നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കേരളത്തിൽ താമര വിരിയിക്കാമെന്ന് കരുതിയ BJP ക്യാമ്പുകളിൽ ഇപ്പോൾ വലിയ ആശങ്കയാണ് പടർന്നു പിടിക്കുന്നത്. പലയിടത്തും താമര മുങ്ങിപ്പോകുന്നൊരവസ്ഥയാണ് നിലവിലുള്ളത്. ഇത് മറ്റാരും വരുത്തിവെച്ചതല്ല, BJP നേതൃത്വവും അവരുടെ സ്ഥാനാർത്ഥികളും സ്വയമേ വരുത്തിവെച്ച വിനകളാണെന്ന് പറയേണ്ടി കൂടി വരും. 2021 അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ 35 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് തള്ളിമറിച്ചതിന്റെ മറ്റൊരു പതിപ്പാണ് ഇത്തവണയും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ 10-15 സീറ്റുകൾ പിടിക്കുമെന്നും തൂക്കുസഭ വരുമെന്നുമായിരുന്നു BJPയുടെ അവകാശവാദം. എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ A ക്ലാസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയ മണ്ഡലങ്ങളിൽ പോലും തിരിച്ചടി നേരിടുമെന്ന കൃത്യമായ വിലയിരുത്തലുകൾ പാർട്ടിക്കുള്ളിൽ തന്നെ പുറത്തു വരുന്നുമുണ്ട്. BJPയുടെ ഏറ്റവും ഉറപ്പുള്ള മണ്ഡലമായി എല്ലാവരും കണ്ടിരുന്ന ഇടമായിരുന്നു പാലക്കാട്. മെട്രോമാൻ E ശ്രീധരൻ തുടങ്ങി വെച്ച ആ മുന്നേറ്റം ഇത്തവണ വോട്ടായി മാറുമെന്ന് പാർട്ടി ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വോട്ടെടുപ്പിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ അവിടെ കണ്ട നാടകീയമായ സംഭവങ്ങൾ BJPയുടെ സാധ്യതകൾ മങ്ങലേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പാലക്കാടും വട്ടിയൂർക്കാവും ഇത്തവണത്തെ സാധ്യത ലിസ്റ്റിൽ പോലും ഇല്ല എന്നുള്ളതാണ് വസ്തുതയും. കൂടാതെ ആറന്മുള, കാട്ടാക്കട തുടങ്ങിയ മണ്ഡലങ്ങളിലും പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നത്. വിജയസാധ്യതയുള്ളത് നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ മാത്രമാണെന്നും അവിടെയും കടുത്ത മത്സരമാണെന്നുമാണ് പാർട്ടിക്കുള്ള രഹസ്യ കണക്കുകൾ തന്നെ പറയുന്നത്. BJP ഇത്രയേറെ പ്രതീക്ഷ വെച്ചിരുന്ന ഈ മണ്ഡലങ്ങളിലൊക്കെ എവിടെയാണ് പിഴച്ചതെന്നുള്ളതാണ് ചോദ്യമായി വരുന്നത്. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളിയെന്നും 10ഓളം സീറ്റിൽ ജയിക്കുമെന്ന് കേന്ദ്രത്തിന് നൽകിയ ഉറപ്പ് വെറും പാഴ്വാക്കാകുമെന്നും കണക്കുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. 86 സീറ്റ് പിടിക്കുമെന്ന് ചില സ്ഥാനാർത്ഥികൾ ചാനൽ ചർച്ചകളിൽ അവകാശപ്പെട്ടെങ്കിലും യഥാർത്ഥത്തിൽ BJPയുടെ അടിത്തറ തന്നെ ഇളകിയിരിക്കുക കൂടിയാണ്. സ്ഥാനാർത്ഥികൾ കാട്ടിക്കൂട്ടിയ കോമാളിത്തരങ്ങളും വർഗീയവാദങ്ങളും ജനങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. സ്ഥാനാർത്ഥി എണ്ണത്തിൽ തന്നെ BJPക്ക് വലിയ പാളിച്ചകൾ പറ്റിയിട്ടുമുണ്ട്. പ്രത്യേകിച്ചും 2020 കൂട്ടുകെട്ടിൽ നിർത്തിയ സെലിബ്രിറ്റികളെ നോക്കിയാൽ ഇത് വ്യക്തമാവുകയും ചെയ്യും. അഞ്ജലി നായർ, അഖിൽ മാരാർ, ഡോക്ടർ റോബിൻ തുടങ്ങിയവരാണ് BJP ഇത്തവണ തുറുപ്പുചീട്ടുകളായി അവതരിപ്പിച്ചത്. ആദ്യം അഞ്ജലി നായരുടെ കാര്യമെടുക്കാം. ഇവിടെ ഒരു സിനിമാ നടി എന്നതിനെല്ലാം അപ്പുറം ജനങ്ങളുമായി യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും അവർക്കുണ്ടായിട്ടുമില്ല. പൊതുപ്രവർത്തനം എന്താണെന്ന് പോലും അറിയാത്ത ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് ജനങ്ങൾ അവരെ കാണുകയും ചെയ്തത്. പ്രചരണത്തിനിടയിൽ ബാറ്റിംഗ് നടത്തുന്നതും തൻ്റെ സൺകിസർ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതും വോട്ട് പിടിക്കാനുള്ള വഴിയാണെന്ന് അവർ തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചക്ക വെട്ടിക്കഴിഞ്ഞാൽ താമരരാഗമെന്ന് പറയുന്ന ഇവർക്ക് അത്രയും ബുദ്ധിയുള്ളോ എന്നാണ് വോട്ടർമാർ പോലും പരിഹാസ രൂപേണ ചോദിച്ചു വെച്ചത്. അവർ അവിടെ പറഞ്ഞത് ചക്ക പൊളിച്ചു വെച്ചാൽ അത് താമര പോലെ ഇരിക്കുമെന്ന തരത്തിലാണ് അവർ സംസാരിക്കുകയും ചെയ്തത്. ഒരു മാധ്യമപ്രവർത്തകൻ നിങ്ങൾ ജയിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അവർ നൽകിയ മറുപടി കേരളം മുഴുവൻ ചിരിക്കാൻ വക നൽകുന്നത് കൂടിയായിരുന്നു. കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം കൊണ്ടുവരുമെന്നായിരുന്നു അവരുടെ ആദ്യമായ വാഗ്ദാനം. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം എത്രത്തോളം മുന്നിലാണെന്നോ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇവിടെ ഇംഗ്ലീഷ് മീഡിയം ക്ലാസുകൾ സജീവമാണെന്നോ തിരിച്ചറിയാനുള്ള ബോധം പോലും ആ സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പോലും അധിക്ഷേപിക്കുന്നത്. ഇതിനെക്കുറിച്ച് പിന്നീട് ചോദിച്ചപ്പോൾ നിങ്ങളൊക്കെ ട്രോൾ ചെയ്യുമല്ലോ, അത് വഴിയെ മനസ്സിലാകുമെന്ന ബാലിശമായ മറുപടി കൂടിയാണ് അവർ നൽകുകയും ചെയ്തത്. ഒരു നിയമസഭാ സ്ഥാനാർത്ഥിക്ക് മിനിമം ഉണ്ടാവേണ്ട ലോകവരുമോ, കേരളത്തിൻ്റെ സാമൂഹിക സാഹചര്യം എന്താണെന്നോ തിരിച്ചറിയാൻ പോലും വിവേകമില്ലേ ഇവർക്കെന്നാണ് ഓരോ മലയാളിയും ഇതിലൂടെ മനസ്സിലാക്കിയതും ചോദ്യം ചോദിച്ചതും. രണ്ടാമത്തെ സ്ഥാനാർത്ഥിയായ അഖിൽ മാരാറിലേക്ക് വന്നാൽ കഥ ഇതിലും കൂടി വലിയ വിചിത്രം കൂടിയാണ്. താൻ BJP സ്ഥാനാർത്ഥിയെ ഒരിക്കലും വരില്ലെന്ന് ഒരു പഴയ ഇന്റർവ്യൂവിൽ അഖിൽ മാരാർ തന്നെ പറഞ്ഞിട്ടുള്ളത് കൂടിയാണ്. ബിഗ് ബോസ് എന്ന പരിപാടിയെ നാണം കെട്ട പരിപാടി എന്ന് വിളിക്കുകയും പിന്നീട് അതേ ഷോയിൽ പോവുകയും ചെയ്തതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെല്ലാം ഉണ്ടായിട്ടുമുള്ളത്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ യാതൊരു പാരമ്പര്യവും ഇല്ലാത്ത അഖിൽ മാരാർ പാലക്കാട് മത്സരിക്കുന്ന രമേശ് പിഷാരടിയെ വിമർശിക്കാനാണ് സമയമെല്ലാം കണ്ടെത്തിയത്. ജനങ്ങൾക്ക് പിഷാരടിയെ അറിയുമോ, അദ്ദേഹം വെറും സിനിമാ നടനല്ലേ എന്നൊക്കെ ചോദിക്കുന്ന അഖിൽ മാരാർ സ്വന്തം യോഗ്യത എന്താണെന്ന് മറന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസിൽ നിന്നും കിട്ടിയ കുറച്ച് ജനപ്രീതി വോട്ടായി മാറുമെന്ന് BJP നേതൃത്വം കരുതിയെങ്കിലും അവർക്കും അവിടെ തെറ്റുപറ്റുകയാണ് ഉണ്ടായത്. വോട്ട് ചോദിക്കാൻ വീടുകളിൽ ചെല്ലുമ്പോൾ വോട്ടർമാർ കയർക്കുന്നതും അടിയുണ്ടാക്കുന്നതുമായ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട്. വോട്ടർമാരോട് എങ്ങനെ വിനയത്തോടെ പെരുമാറണമെന്ന് പോലും അറിയാത്ത ഇത്തരം സ്ഥാനാർത്ഥികൾ BJPയുടെ തകർച്ചയുടെ ആഴം കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ LDF സ്ഥാനാർത്ഥികൾ തൻ്റെ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞു നടന്നത് വോട്ടർമാരെ വിഡ്ഢികളാക്കുന്ന തന്ത്രമാണെന്ന് പലരും കാണുകയും ചെയ്തിട്ടുണ്ട്. തനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല എന്നും എല്ലാവരും സുഹൃത്തുക്കളാണെന്നും പറഞ്ഞ് BJPയുടെ രാഷ്ട്രീയ നയങ്ങളെ തന്നെ അദ്ദേഹം പരിഹാസ്യമാക്കുകയും ചെയ്യുകയും ചെയ്തു. ഇതുപോലെ തന്നെയായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ അവസ്ഥയും. സോഷ്യൽ മീഡിയയിൽ തരംഗം വോട്ടായി മാറുമെന്ന് BJP കരുതിയെങ്കിലും ഇവർ കാട്ടിക്കിട്ടിയ വിക്രിയകൾ ട്രോളന്മാർക്ക് വിരുന്നായി മാറുകയാണ് ഉണ്ടായത്. പ്രചരണത്തിനിടയിൽ റോബിൻ കാണിച്ചു കൂട്ടിയ കോമാളിത്തരങ്ങൾ ജനങ്ങളെ ചിരിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സെലിബ്രിറ്റി സ്ഥാനാർത്ഥികളെ നിർത്തിയത് BJPക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ഗൗരവകരമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുമ്പോൾ അതിനെ വെറും സർക്കസാക്കി മാറ്റാനാണ് ഇത്തരം സ്ഥാനാർത്ഥികൾ എല്ലാവരും ശ്രമിച്ചത്. യാതൊരുവിധ രാഷ്ട്രീയ അടിത്തറയുമില്ലാത്ത ഇവർ പറയുന്ന മണ്ടത്തരങ്ങൾ കേട്ട് മടുത്ത ജനങ്ങൾ ഇത്തവണ BJPയെ പാഠം പഠിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇനി പാലക്കാട്ടെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ശോഭാസുരൻ എന്ന ശക്തിയായ വനിതാ നേതാവിനെ മുൻനിർത്തി പാലക്കാട് പിടിക്കാമെന്നായിരുന്നു BJPയുടെ കണക്കൂട്ടൽ. എന്നാൽ
വോട്ടെടുപ്പിന് തൊട്ട് മുമ്പുള്ള മണിക്കൂറുകളിൽ ശോഭ തന്നെ പാലക്കാട്ടെ BJPയുടെ സാധ്യതകളെല്ലാം ഇല്ലാതാക്കുകയും ചെയ്തു. കൈക്കൂലി വിവാദവും സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാവിനെ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സന്ദേശങ്ങളും പുറത്തു വന്നതോടെ ഒരു ഗുണ്ടാ നേതാവെന്ന പ്രതിച്ഛായയാണ് അവർക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വനിതാ സുരക്ഷയെക്കുറിച്ച് വാദവരാതെ സംരക്ഷിക്കുന്ന ഒരാളുടെ തനിനിറം ജനങ്ങൾ കണ്ട നിമിഷം കൂടിയായിരുന്നു അത്. മുല്ലപ്പൂ വെച്ച നിഴൽ സാരിയും കൈക്കൂലിയുമൊക്കെ വോട്ടർമാർക്കിടയിൽ വലിയ ചർച്ചയാവുകയും ചെയ്തു. ശോഭാ സുരേന്ദ്രന്റെ ഈ പെരുമാറ്റം പാലക്കാട്ടെ നിഷ്പക്ഷ വോട്ടുകളെ BJPയിൽ നിന്ന് അകറ്റുകയും ചെയ്തിട്ടുണ്ട്. മാധ്യമങ്ങൾ BJPക്ക് വലിയ മുൻതൂക്കം നൽകിയിരുന്നുവെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് എല്ലാം തകിടം മറിഞ്ഞു പോവുകയും ചെയ്തു. അഴിമതിക്കും ഗുണ്ടായിസത്തിനുമെതിരെ സംസാരിക്കുന്നവർ സ്വന്തം പാർട്ടിയിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ മൗനം പാലിക്കുന്നത് ജനങ്ങൾ ചോദ്യം ചെയ്യുകയും ചെയ്തു. ക്രൈസ്തവ വോട്ടുകളെ BJPയിലേക്ക് അട്ടിമറിക്കാൻ നടത്തിയ നീക്കങ്ങളും വലിയ പരാജയമായി മാറുകയും ചെയ്തു. PC ജോർജും ഷോൺ ജോർജും ചേർന്ന് 86 സീറ്റ് പിടിക്കുമെന്ന് തള്ളിവിടുന്നത് അമിത്ഷായെ പ്രീണിപ്പിക്കാൻ മാത്രമാണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യൻ പള്ളികൾ തകർക്കപ്പെടുന്നതും വിശ്വാസികൾ ആക്രമിക്കപ്പെടുന്നതും കേരളത്തിലെ ക്രൈസ്തവർ ഗൗരവത്തോടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപി പള്ളിയിൽ നൽകിയ കിരീടം സ്വർണ്ണമല്ലെന്ന് തെളിഞ്ഞത് BJPയുടെ വിശ്വാസതയ്ക്ക് വലിയ തിരിച്ചടിയാവുകയും ചെയ്തു. മണിപ്പൂർ വിഷയത്തിലും ക്രൈസ്തവർക്കെതിരെ അതിക്രമങ്ങളിലുമെല്ലാം കേന്ദ്ര സർക്കാർ പുലർത്തുന്ന മൗനം കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ ചൊടിപ്പിച്ചിട്ടുമുണ്ട്. PC ജോർജിനെ പോലെയുള്ളവർ നടത്തുന്ന വർഗീയ പ്രസംഗങ്ങൾ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ BJPയോടുള്ള അകൽച്ച വർദ്ധിപ്പിക്കുകയും ചെയ്തു. ക്രൈസ്തവ സഭകളെയും ദീപിക പത്രത്തെയും അധിക്ഷേപിക്കുന്ന PC ജോർജിന്റെ ശൈലി BJPയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്തു. കേരളത്തിലെ പ്രബുദ്ധരായ ക്രൈസ്തവർ ഇത്തരം വില കുറഞ്ഞ രാഷ്ട്രീയ തന്ത്രങ്ങളിൽ വീഴില്ല എന്ന് തെരഞ്ഞെടുപ്പോടുകൂടി തെളിഞ്ഞിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ 2% വോട്ടുള്ള ക്രിസ്ത്യൻ സമൂഹം ആ വോട്ട് കാട്ടി ഭീഷണിപ്പെടുത്തേണ്ട എന്ന് RSS മുഖപത്രമായ കേസരി പോലും പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ വോട്ടുകളെ കാണിച്ച് തങ്ങളെ വിരട്ടാൻ വരണ്ട, തങ്ങളുടെ നിലപാടിൽ യാതൊരു മാറ്റവുമില്ല എന്നാണ് ഇപ്പോൾ RSS മുഖപത്രം പോലും പറഞ്ഞു വെച്ചിരിക്കുന്നത്. BJPയുടെ തകർച്ചയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം പാർട്ടിയുടെ അസ്ഥിരത കൂടിയാണ്. 2016 ഉണ്ടായിരുന്ന വോട്ട് ഷെയർ 2021 കുറയുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇടിയുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ ഒരു തരംഗം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കാൻ BJPക്ക് കഴിഞ്ഞതുമില്ല. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചതും മുണ്ടക്കൈ ചുരൽമല ദുരന്തങ്ങളിൽ കേരളത്തിന് അർഹമായ സഹായം നൽകാത്തതും വോട്ടർമാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുമുണ്ട്. നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് പ്രസംഗിച്ചെങ്കിലും കേരളത്തിന് മാത്രമായി ഒരു പദ്ധതിയും പ്രഖ്യാപിക്കാൻ തയ്യാറായതുമില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം ജനങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നുമുണ്ട്. സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ നിന്ന് കിട്ടിയ പിന്തുണ സംസ്ഥാനം മുഴുവൻ ലഭിക്കുമെന്ന് കരുതിയ BJPക്ക് അല്ലെങ്കിൽ BJPയുടെ നേതൃത്വത്തിന് വലിയ തെറ്റാണ് സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിന് അർഹമായ വിഹിതം കേന്ദ്രത്തിൽ നിന്നും വാങ്ങിക്കൊടുക്കാൻ കഴിവില്ലാത്ത നേതാക്കളെ എന്തിനാണ് വിജയിപ്പിക്കുന്ന ചോദ്യം ജനങ്ങൾക്കിടയിൽ ശക്തമായി ഉണ്ടാകുന്നുമുണ്ട്. ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കാൻ ശബരിമല വിഷയം വീണ്ടും ഉയർത്താൻ ശ്രമിച്ചുവെങ്കിലും അതും പൂർണ്ണമായി ഫലിക്കുകയും ചെയ്തില്ല. ജയിക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ BJPക്ക് വോട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് LDFനെ തോൽപ്പിക്കാൻ UDFനെ പിന്തുണയ്ക്കുന്നതാണെന്ന നിലപാടിലേക്ക് ഒരു വിഭാഗം വോട്ടർമാരെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. A ക്ലാസ് മണ്ഡലങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവർത്തനം മറ്റ് മണ്ഡലങ്ങളിലെ BJP പ്രവർത്തകരുടെ ആവേശം പോലും കെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സ്വന്തം പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കുകളും കൈക്കൂലി ആരോപണങ്ങളും BJPയെ ജനമധ്യത്തിൽ പോലും പരിഹാസ്യമാക്കുന്ന സാഹചര്യമുണ്ടായി. ഓരോ ദിവസവും പുതിയ വിവാദങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത് നേതൃത്വത്തിന് നിയന്ത്രിക്കാൻ പോലും കഴിയുന്നുമില്ല. ഇത് BJPയുടെ സംഘടനാ സംവിധാനത്തിന്റെ തകർച്ചയാണ് കാണിക്കുന്നത്. ചുരുക്കത്തിൽ സ്ഥാനാർത്ഥികളുടെ അറിവില്ലായ്മയും മണ്ടത്തരങ്ങളും നേതാക്കളുടെ അഴിമതിയും വർഗീയവാദങ്ങളും ചേർന്ന് കേരളത്തിൽ BJP ഒരു വലിയ പതനത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥികൾ ഓരോ പ്രസംഗത്തിലും കാട്ടിക്കൂട്ടിയ വിഡ്ഢിത്തരങ്ങൾ BJPക്ക് കേരളത്തിൽ ഉണ്ടായേക്കാവുന്ന എല്ലാ സാധ്യതകളെയും തല്ലിക്കെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ ഒരു പരിഹാസ പത്രമായി മാറിയ BJP ഇത്തവണ നേരിടാൻ പോകുന്നത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തിരിച്ചടി കൂടിയായിരിക്കും. 10ഓളം സീറ്റുകൾ പിടിക്കുമെന്ന് ഉറപ്പ് നൽകിയ സംസ്ഥാന നേതൃത്വം ഫലം വരുമ്പോൾ കേന്ദ്രത്തിന് എന്ത് മറുപടി നൽകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. 86 സീറ്റ് പിടിക്കുമെന്ന് വിളമ്പിയ സ്ഥാനാർത്ഥികൾ വോട്ടെണ്ണൽ കഴിയുമ്പോൾ വോട്ടർമാരുടെ മുന്നിൽ എന്തായിരിക്കും മറുപടി പറയുക? തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ BJPക്ക് നേരിടേണ്ടി വരുന്ന പരാജയത്തിന് അവർ തന്നെയായിരിക്കും ഉത്തരവാദികളെല്ലാം. BJPയുടെ ഈ പതനം കേരള രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ തുടക്കം കൂടിയായിരിക്കും.